ഇന്നത്തെ ഈ വിശുദ്ധമായ ആരാധനയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ആരാധനയിൽ പങ്കുചേരാം. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും അറിവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിക്കുവാനും നിന്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി
ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ കർത്താവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലേ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോൾ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഈ കൽപ്പനയെ കാക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉണക്കണമേ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധാവചനം കേൾക്കുവാനും കർത്താവിൻ്റെ ശരീരത്വങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. അല്പസമയം ദൈവസന്നിധിയിൽ നമ്മുടെ മുഴങ്കാലുകളെ മടങ്ങിയിരിക്കുമ്പോൾ തന്നെ നമ്മിൽ വന്നുപോയ കുറവുകളെയും വീഴ്ചകളെയും നമുക്ക് ശോധന ചെയ്യാം. ദൈവിക കൽപ്പനകളോട്, ദൈവിക പ്രമാണങ്ങളോട് നാം കാണിച്ച അനുസരണക്കേടും അതിനെ എതിർത്തതും അതിനോട് മറുതലിച്ചതുമായ അനുഭവങ്ങളെ ദൈവസന്നിധിയിൽ നമുക്ക് ഓർത്ത് അനുഭവിക്കാം. ഞങ്ങളുടെ വാക്കുകളിൽ, ഞങ്ങളുടെ നടപ്പിൽ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, ഞങ്ങളുടെ ചിന്തകളിൽ ദൈവമേ അങ്ങേക്ക് ഹിതകരമല്ലാത്ത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ വന്നുപോയ പാപങ്ങളെ ദൈവമേ അവിടുന്ന് കഴുകി ഞങ്ങളെ വെടിപ്പാക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പാപക്ഷമയ്ക്ക് വേണ്ടി ദൈവത്തോട് യാചിക്കാം. നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മനസ്സാന്തരപ്പെട്ടു നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാൽ അവൻ്റെ വിശുദ്ധ വഴികളിൽ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുവീൻ. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്കും ഞങ്ങളുടെ അയൽക്കാർക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്നു ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ല ഇരുട്ടിനെതിരെ നടന്നിരിക്കുന്നത്. ഞങ്ങൾ കർത്താവിന് നാം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങൾ അനീതി വിട്ടാകുന്നിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശുക്രിസ്തു ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വെടിപ്പാക്കണമേ. നിന്റെ മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിപ്പാണ്ടൊക്കെ പ്രാപ്തിങ്ങൾക്ക് നൽകണമേ. നിന്റെ നാമത്തിന് മഹത്വത്തിനായി ജീവന്റെ പതക്കത്തിൽ മേലാൽ നിന്നെ സേവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്കിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപാമൊഴി കേൾപ്പി. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവുമായ വചനം തന്നെ.
ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മനസ്സാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെ തങ്ങളുടെ സഹോദരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തൻ്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുടെ ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് അവയിൽ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവങ്ങളിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്തിന് ബിംബം 11-ാം ഞായറാഴ്ചത്തേക്കുള്ള അപേക്ഷ. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, തിരുവിഷ്ടം നിവർത്തിപ്പാൻ നീ വിവാഹത്തെ നിയമിക്കുകയും കുടുംബത്തെ സ്ഥാപിക്കുകയും ചെയ്തതിലൂടെ ഈ ഭൂമിയെ സമ്പന്നമായി അനുഗ്രഹിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ത്യാഗാത്മകമായ സ്നേഹം ഞങ്ങളുടെ പരസ്പര ബന്ധത്തിൽ പകർത്തുന്നതിലൂടെ എല്ലാ ഭാര്യാഭർത്താക്കന്മാരും തിരുനാമത്തെ മഹത്വപ്പെടുത്തട്ടെ. സന്തോഷത്തോടും വിനയത്തോടും തിരുമുൻപിൽ ജീവിക്കുന്നതിലൂടെ തിരുനാമത്തെ ആദരിക്കട്ടെ. കർത്താവിനോടുള്ള അകമഴിഞ്ഞ ഭക്തിയിൽ ജീവിച്ച് അവർ സന്തോഷത്തോടെ രക്ഷയുടെ നീരുറവുകളിൽ നിന്ന് പാനം ചെയ്യുകയും കുടുംബജീവിതത്തിൽ പാവനത കാത്തു സൂക്ഷിക്കുകയും ചെയ്യുമാറാകണമേ. അവരുടെ ജീവിതാനുഭവങ്ങളെ സ്വാർത്ഥരഹിതമായ വിശുദ്ധ സ്നേഹത്താൽ പൂരിതമാക്കണമെന്നും അവർ എന്നും കുടുംബജീവിതത്തിന് നന്മയിൽ സന്തോഷിക്കുമാറാകണമെന്നും പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്നു ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് 45-ാം സങ്കീർത്തനം വാക്യ പ്രതിവാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനം 45. ാം സങ്കീർത്തനം നമുക്ക് വാക്യ പ്രതിവാക്യമായിട്ട് വായിക്കാം. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലാകുന്നു. വീരനായുള്ളവേ, നിന്റെ വാൾ അരക്കി കെട്ടുക. നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്തവ തറയ്ക്കുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലത്തു ഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. അന്തവരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും.
അതുകൊണ്ട് ജാതികളെന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 2-ാം വാക്യം മുതൽ 9-ാം വാക്യം വരെയുള്ള ദൈവ തിരുവചനങ്ങളെ കേൾപ്പീൻ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 2-ാം വാക്യം മുതൽ 9-ാം വാക്യം വരെയുള്ള ദൈവ തിരുവചനങ്ങളെ കേൾപ്പീൻ. അപ്പോൾ പരീശന്മാർ അടുക്ക വന്ന് ഭാര്യയെ ഉപേക്ഷിക്കുന്നത് പുരുഷന് വിഹിതമോ എന്നവനെ പരീക്ഷിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. അവൻ അവരോട്, മോശ നിങ്ങൾക്ക് എന്ത് കൽപ്പന തന്നു എന്ന് ചോദിച്ചു. ഉപേക്ഷണപത്രം എഴുതി കൊടുത്ത് അവളെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചു എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമത്രേ അവൻ നിങ്ങൾക്ക് ഈ കൽപ്പന എഴുതി തന്നത്. സൃഷ്ടിയുടെ ആരംഭത്തെങ്കിലോ ദൈവം അവരെ ആണും പെണ്ണുമായി ഉണ്ടാക്കി. അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോടെ പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അങ്ങനെ അവർ പിന്നെ രണ്ടല്ല, ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. മഹാപരിശുദ്ധനും നിത്യനുമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അങ്ങയുടെ സന്നിധിയോട് ചേർന്ന് വരുവാൻ കർത്താവെ അവിടെ ഞങ്ങളെ സഹായിച്ചു. വലിയ കൃപകൾക്കായി സ്തോത്രം. ഇന്ന് പ്രഭാതത്തിലെ വിശുദ്ധ ആരാധന കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്കും അനുഗ്രഹത്തിനും കാരണമാക്കി അവിടുന്ന് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം ശരിയായ രീതിയിൽ കർത്താവെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും വചനത്തിനനുസരണമായി ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണം. കൃപയിൽ വഴി നടത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പുതിയ പ്രഭാതം ദൈവകൃപയോടുകൂടെ ജീവിക്കാനുള്ള ഒരവസരം കൂടെ നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതായിട്ടുള്ള വിഷയം വിവാഹത്തിൻ്റെ മാന്യത. വിവാഹത്തിൻ്റെ മാന്യത എന്നുള്ള ചിന്തയാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് പങ്കിടുന്നത്. അതിനായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വേദഭാഗങ്ങൾ മലാക്കി പുസ്തകം 2-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളും, 2-ാം പാഠമായി 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14-ാം അധ്യായത്തിൻ്റെ 1 വരെയുള്ള വാക്യങ്ങളും, 45-ാം സങ്കീർത്തനവും മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങളുമാകും. ഈ വേദഭാഗങ്ങളെ അധികരിച്ചുകൊണ്ടാകുന്നുവല്ലോ നമ്മളിന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുന്നു. അതിൽ ഒരു വാക്യം ഞാൻ പ്രാരംഭമായിട്ട് എടുക്കട്ടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. നാമൊക്കെ ജീവിക്കുന്നത് വളരെ പ്രതിസന്ധികൾ നിറഞ്ഞതായിട്ടുള്ള ഒരു ലോകത്താണ്. പ്രത്യേകിച്ച് മനുഷ്യ ബന്ധങ്ങൾക്കൊക്കെ യാതൊരു വിലയും ഇല്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഒരുപക്ഷെ ഡിജിറ്റലായിട്ട് നമ്മളൊക്കെ കൂടുതൽ അടുത്തു എന്ന് ലോകം പറയുമ്പോഴും മനസ്സുകൊണ്ട് മനുഷ്യൻ അകന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ മറച്ചു വയ്ക്കുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല.
അതുപോലെ തന്നെ നമ്മുടെ ബന്ധങ്ങളിൽ, മനുഷ്യ ബന്ധങ്ങളിൽ വിള്ളലുകളും വീഴ്ചകളും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പരസ്പരമുള്ള ബന്ധങ്ങളിൽ അപ്പനും മക്കളും തമ്മിലും, ഭാര്യയും ഭർത്താവും തമ്മിലും, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലും ഒക്കെയുള്ള ബന്ധങ്ങൾ അത്ര ഊഷ്മളമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് നാം ആയിരിക്കുന്നത്. ഒരുപക്ഷെ ഒരേ വീട്ടിൽ താമസിക്കുമ്പോൾ പോലും പരസ്പരം സംസാരിക്കാതെയും പരസ്പരം ഇടപെടാതെയും പരസ്പരം സ്നേഹബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാതെയൊക്കെ ജീവിക്കുന്നതായിട്ടുള്ള അനേക ജീവിതങ്ങൾ നമ്മുടെ ഇടയിൽ വർദ്ധിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ പല കാര്യങ്ങളും പാശ്ചാത്യ സംസ്കാരമാണ്, അത് അവിടെ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതായിട്ടുള്ള കേരള സമൂഹം അല്ലെങ്കിൽ ഇന്ത്യയിലെ സമൂഹം ഒരുപക്ഷെ ഇന്ന് പാശ്ചാത്യ സംസ്കാരത്തെ അതേപോലെ ഒപ്പിയെടുത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രം സംഭവിച്ചുകൊണ്ടിരുന്ന പല സംഭവങ്ങളും ഇന്ന് നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗവുമായി തീർന്നു എന്നുള്ളത് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ വീക്ഷിക്കുകയും അതിനെക്കുറിച്ച് ആഴമായിട്ട് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും വളർന്നു വരുന്നതായിട്ടുള്ള നമ്മുടെ സമൂഹത്തെ പഠിപ്പിക്കുകയും നമ്മുടെ തലമുറകളെ പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് വിവാഹത്തിൻ്റെ മാന്യതയെക്കുറിച്ച് നാം ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ആ തലക്കെട്ടിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വിവാഹം എന്ന് പറയുന്നത് മാന്യമായിട്ടുള്ള ഒരവസ്ഥയുടെ അനുഭവമാണ്. എന്നാൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഈ വിവാഹത്തിൻ്റെ മാന്യതകളൊക്കെ നഷ്ടപ്പെട്ട് കുടുംബ ബന്ധങ്ങളൊക്കെ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും ഇന്ന് ഡിവോഴ്സ് വേണമെന്ന് ശഠിക്കുന്നതായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അതിനെ ഉൾക്കൊള്ളുവാനോ ക്ഷമിക്കുവാനോ പരസ്പരം സംസാരിച്ച് ആ പ്രതിസന്ധികളെ അവസാനിപ്പിക്കുവാനോ ഒന്നും ശ്രമിക്കാതെ കുടുംബ ബന്ധങ്ങൾ ഇല്ലാതെയാക്കുവാനായിട്ട് ശ്രമിക്കുന്നതായ ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വിവാഹത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. ഒരുപക്ഷെ ഇന്ന് ഉള്ള മധ്യവയസ്സിലുള്ള നമ്മുടെ മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കളുടെ ധന്യമായിട്ടുള്ള അനുഗ്രഹപൂർണമായിട്ടുള്ള ജീവിതം കണ്ട് വളർന്നതുകൊണ്ട് ഇന്ന് മധ്യവയസ്സിലുള്ള നമ്മുടെ കുടുംബങ്ങൾ ദൈവകൃപയോടും ദൈവത്തോട് ചേർന്നുമൊക്കെ ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന അടുത്ത ഒരു തലമുറ, ഇന്നത്തെ ഈ തലമുറയിലുള്ള പല പ്രതിസന്ധികളെയും ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളെയും കണ്ടുകൊണ്ട് കുടുംബജീവിതം തന്നെ വേണ്ട എന്ന് വയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും ചെറിയ ചെറിയ കാര്യങ്ങളിൽ കുടുംബ ബന്ധങ്ങൾ അവസാനിപ്പിക്കുവാനായിട്ട് തുനിയുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കും പോയിരിക്കുന്നു. ഞാൻ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്, തലമുറകൾ മാറി വരുമ്പോൾ ജീവിതത്തിൻ്റെതായ പ്രതിസന്ധികൾ വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യുവാൻ, അതിനുവേണ്ടി വേണ്ടുന്നതായിട്ടുള്ള ഓരോ സ്റ്റെപ്പ് എടുക്കുവാനായിട്ട് സഭയ്ക്ക്, സമൂഹത്തിന്, വിശ്വാസികളാകുന്ന നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതിന് ഒന്നാമത് വിവാഹം എന്ന് പറയുന്നത് മാന്യമായിട്ടുള്ള ജീവിതത്തിൻ്റെ അനുഭവമാണ് എന്ന് നമ്മുടെ തലമുറകളെ പഠിപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. CSI സഭയുടെ വിവാഹ ശുശ്രൂഷ നമ്മൾ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോൾ ആ ശുശ്രൂഷയുടെ ആരംഭത്തിങ്കൽ വധൂവരന്മാർക്ക് ഒരു പ്രബോധനം നൽകുന്നുണ്ട്. എന്തിനായിട്ടാണ് വിവാഹം നിയമിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവരോട് പറഞ്ഞതിന് ശേഷമാണ് വിവാഹത്തിൻ്റെ ശുശ്രൂഷയുടെ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. എന്തിനായിട്ടാണ് വിവാഹം നിയമിക്കപ്പെട്ടിരിക്കുന്നത്? അതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. വീണ്ടും ഞാനത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല.
മറിച്ച് അതൊരു ദൈവിക പദ്ധതിയാണ്. അതിൻ്റെ സംക്ഷിപ്തമായിട്ട് അതിനെ നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോൾ, വിവാഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരനുഭവമാണ് വിവാഹ ശുശ്രൂഷയുടെ പ്രാരംഭത്തിൽ കൊടുക്കുന്നതായിട്ടുള്ള പ്രബോധനം. അതുകൊണ്ട് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാരേജ് ഈസ് എ ഡിവൈൻ ഓർഡർ. മാരേജ് ഈസ് എ ഡിവൈൻ ഓർഡർ. ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്നും അവന് അതിനായി ദൈവം തക്കതായിട്ടുള്ള ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ചിന്തയാണ് ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ അനുഭവങ്ങളെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ അത് വളരെ ഓർഡർലി ക്രിയേറ്റഡ്. അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് വളരെ ഓർഡറോടുകൂടെയാണ്. അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയും അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടുകൊണ്ട് അവന് തക്കതായിട്ടുള്ള ഒരു തുണയെ ദൈവം കൊടുക്കുമ്പോൾ അവിടെയെല്ലാം നമ്മൾ കാണുന്ന ഒരു ഡിവൈൻ ഓർഡറാണ്. അതുകൊണ്ട് കുടുംബം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്നത് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്നും അവന് തക്കതായിട്ടുള്ള ഒരു തുണ വേണം എന്നുമൊക്കെ ദൈവം ആഗ്രഹിക്കുകയും അതിനു വേണ്ടുന്നതായിട്ടുള്ള ക്രിയേഷൻ, അതിനു വേണ്ടുന്നതായിട്ടുള്ള സൃഷ്ടിയൊക്കെ നടത്തപ്പെടുമ്പോൾ നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടുന്ന കാര്യം മാരേജ് ഈസ് എ ഡിവൈൻ ഓർഡർ. ഒരു ദൈവിക പദ്ധതി പ്രകാരം ദൈവം ക്രിയേറ്റ് ചെയ്തതായിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ക്രിയേറ്റ് ചെയ്തതായിട്ടുള്ള ഒരു ഡിവൈൻ ഓർഡറിൽ സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള ഒരു അനുഭവമാണ് കുടുംബം അല്ലെങ്കിൽ കുടുംബ ജീവിതം എന്ന് പറയുന്നു. അവിടെ വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം തക്കതായിട്ടുള്ള ഒരു തുണയെ നൽകും എന്നുള്ളതാണ്. തുണ എന്ന വാക്കിന് ഇംഗ്ലീഷ് പരിഭാഷയിൽ അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ഹീബ്രു ഇതിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് ഒരു ഹെൽപ്പർ എന്നുള്ള ഒരു ചിന്തയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഹെൽപ്പർ എന്നുള്ള ചിന്ത അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് മീറ്റ് എന്നുള്ള ഒരർത്ഥത്തിലാണ് അതിനെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനെ കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ഒരു നിർവചനം ഇങ്ങനെയാണ്: ഹെൽപ്പ് മീറ്റ് മീൻസ് എ പേഴ്സൺ ഹു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് ആൻഡ് ദെയർ ഫീലിങ്സ്. ഹെൽപ്പ് മീറ്റ് എന്നുള്ള വാക്കിന് കൊടുത്തിരിക്കുന്ന ഒരു നിർവചനം എന്ന് പറയുന്നത് ഹെൽപ്പ് മീറ്റ് മീൻസ് ഹു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് ആൻഡ് ദെയർ ഫീലിങ്സ്. മറ്റൊരു വ്യക്തിയെ മനസ്സിലാക്കുകയും അവരുടെ വികാരങ്ങളെ, അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ, ജീവിതത്തിൻ്റെതായ ആവശ്യങ്ങളെയൊക്കെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നതായിട്ടുള്ളൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് മീറ്റ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പർ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അതിനെ നെഗറ്റീവായിട്ടൊരു ഹെൽപ്പർ എന്ന വാക്കിനെ നമുക്ക് തുണയായി ലഭിച്ചിരിക്കുന്ന, അതൊരു പുരുഷനാകട്ടെ അല്ലെങ്കിൽ ഒരു ഭർത്താവിന് ഭാര്യയാകട്ടെ, ഭാര്യയ്ക്ക് ഭർത്താവാകട്ടെ, തുണയായിട്ട് ലഭിച്ചിരിക്കുന്ന വ്യക്തി ഒരു ഹെൽപ്പർ എന്നുള്ള ഒരു ചിന്തയിലൂടെ നാം എടുക്കുമ്പോൾ അതിനെ അത്തരത്തിൽ കാണുവാനായിട്ടല്ല, മറിച്ച് എൻ്റെ വിചാരങ്ങളെയും വികാരങ്ങളെയും എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെയൊക്കെ അറിയുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നതായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അതിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ പറയുവാനായിട്ട് ശ്രമിക്കുന്നത് മാരേജ് ഈസ് എ ഡിവൈൻ ഓർഡർ. ദൈവത്തിൻ്റെ ചിന്തയിൽ പ്രകാരം, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ദൈവത്താൽ രൂപപ്പെടുത്തിയതായിട്ടുള്ള ഒരനുഭവമാണ് കുടുംബം എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ, മലയാളികളുടെ സംസ്കാരം അനുസരിച്ചുകൊണ്ട് വിവാഹത്തിൻ്റെ മാന്യതയും കുടുംബ ജീവിതത്തിൻ്റെ ഒരു വലിയ ഇഴയടുപ്പങ്ങളൊക്കെ ലോകം എമ്പാടും വളരെ സൂക്ഷ്മതയോടെ നോക്കിക്കാണുന്നതായിട്ടുള്ള ഒരനുഭവമാണ്. മലയാളി സംസ്കാരത്തിലുള്ള കുടുംബ ബന്ധങ്ങളുടെ അനുഭവങ്ങൾ പലരും വളരെ സസൂക്ഷ്മം വീക്ഷിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. എന്നാൽ നമ്മുടെ സംസ്കാരവും നമ്മുടെ രീതികളും, പ്രത്യേകിച്ച് ക്രൈസ്തവ സംസ്കാരത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുകയും നമ്മുടെ അടുത്ത് വരുന്നതായിട്ടുള്ള തലമുറയിൽ വിവാഹം എന്താണെന്നും വിവാഹത്തെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം, കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം എന്താണെന്ന് പഠിപ്പിക്കുവാനായിട്ട് കഴിയും. അതിൽ ഒന്നാമത് നാം മനസ്സിലാക്കേണ്ടത് മാരേജ് ഈസ് എ ഡിവൈൻ ഓർഡർ. ഇതൊരു ദൈവികമായിട്ടുള്ള ഒരനുഭവമാണ്. രണ്ട് വ്യക്തികൾ ഒന്നായി ചേരുകയും അവിടെ ഒന്നായി ചേരുന്നതിലൂടെ സംഭവിക്കുന്നത് ഒരു വലിയ ബന്ധത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് അവർ കടന്നു വരികയാണ്. അവിടെ ഈ രണ്ട് വ്യക്തികളല്ല, 3 പേരാണ് ഈ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുന്നത്. ഭാര്യയും ഭർത്താവും
ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അവർ 3 പേർ ചേർന്നുള്ള ഒരു ഉടമ്പടിയുടെ ബന്ധത്തിലേക്കാണ് അവർ പ്രവേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. രണ്ടാമത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്ന മാരേജ് ഈസ് എ കവനൻ്റൽ റിലേഷൻഷിപ്പ്. മാരേജ് ഈസ് എ കവനൻ്റൽ റിലേഷൻഷിപ്പ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിലേക്കല്ല അവർ പ്രവേശിക്കുന്നത്. പലപ്പോഴും അതിനെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അതിനെ അത്തരത്തിലാണ് ഇന്നുള്ള സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കോൺട്രാക്റ്റാണ്. ഞാൻ കുറച്ച് നാൾ നിൻ്റെ കൂടെ ജീവിച്ചോളാം, എനിക്ക് എൻ്റെ ജീവിതം, നിനക്ക് നിൻ്റെ ജീവിതം. ഇത്തരത്തിലുള്ള ചില കോൺട്രാക്റ്റുകളിലൂടെ, ചില അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ജീവിതം മുന്നോട്ട് പോകുന്ന ഒരനുഭവമാണ് നമ്മൾ കാണുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ കോൺട്രാക്റ്റ്, ബട്ട് ഇറ്റ്സ് എ കവനൻ്റൽ റിലേഷൻഷിപ്പ്. ഇതൊരു കോൺട്രാക്റ്റ് അല്ല, മറിച്ച് ഇതൊരു കവനൻ്റൽ റിലേഷൻഷിപ്പാണ്. ഇതൊരു ഉടമ്പടി ബന്ധമാണ്. ഈ ഉടമ്പടി ഭാര്യയും ഭർത്താവും ഭാര്യയും തമ്മിൽ അല്ല, മറിച്ച് ഇതിൽ മൂന്നാമതൊരു വ്യക്തിയുടെ മൂന്നാമതൊരു അനുഭവം കൂടെ ഉണ്ട്. അത് ദൈവികമായ അനുഭവമാണ്. ഇവിടെ ഈ ഒരു കവനൻ്റൽ റിലേഷൻഷിപ്പ്, ഈ ഉടമ്പടി എന്ന് പറയുന്നത് ഭർത്താവും ഭാര്യയും ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടി ബന്ധത്തിലേക്കാണ് ഇവർ പ്രവേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിന്ന് സുവിശേഷ വേദഭാഗത്തിൽ വായിച്ചപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്, അതുകൊണ്ട് ദൈവം ഒന്നാക്കിയവരെ വേർപിരിക്കരുതെന്ന് 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടുള്ള കാര്യം ദൈവമാണ് അവരെ യോജിപ്പിച്ചത് എന്ന് മനസ്സിലാക്കുവാൻ, ഉൾക്കൊള്ളുവാനായിട്ട് കഴിയണം. ഓരോ ബന്ധങ്ങളും ഇല്ലാതെയാകുമ്പോൾ അവസാനിപ്പിക്കുവാനായിട്ട് മനുഷ്യൻ ശ്രമിക്കുമ്പോൾ, അത് ഭാര്യയോ ഭർത്താവോ വ്യക്തിപരമായി ശ്രമിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പരമമായ സത്യം എന്ന് പറയുന്നത്, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കുക. അപ്പോൾ ദൈവമാണ് നിങ്ങളെ യോജിപ്പിച്ചത്. ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി പുരോഹിതന്മാർ ഈ ശുശ്രൂഷ നിർവഹിക്കുമ്പോഴും അതിൽ അപ്പുറമായി മനസ്സിലാക്കേണ്ടത് ദൈവമാണ് ഞങ്ങളെ യോജിപ്പിച്ചത്, ദൈവമാണ് ഞങ്ങളെ ഒന്നാക്കിയത്. വ്യത്യസ്തതകളുള്ള, വ്യത്യസ്ത പാരമ്പര്യങ്ങളിൽ ജനിച്ച, വ്യത്യസ്ത ഭവനങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരത്തിൽ ജീവിച്ചതായിട്ടുള്ള ഞങ്ങളെ ദൈവമാണ് ഒന്നാക്കിയത് എന്നുള്ള ബോധവും ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു, ഇറ്റ്സ് എ കവനൻ്റൽ റിലേഷൻഷിപ്പ്. ഇറ്റ് ഈസ് നോട്ട് എ കോൺട്രാക്ട്, ബട്ട് ഇറ്റ്സ് എ കവനൻ്റൽ റിലേഷൻഷിപ്പ്. ഒരു ഉടമ്പടി ബന്ധത്തിൻ്റെ അനുഭവമാണ് എന്നുള്ള ചിന്തയോടുകൂടെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, മാരേജ് ഈസ് ഓർഡൈൻഡ് വിത്ത് എ പർപ്പസ്. മാരേജ് ഈസ് ഓർഡൈൻഡ് വിത്ത് എ പർപ്പസ്. വിവാഹം നിയമിക്കപ്പെട്ടിരിക്കുന്നത് വ്യക്തമായിട്ടുള്ള ചില ഉദ്ദേശങ്ങളോടുകൂടെ ആണ് എന്നുള്ളതും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. വ്യക്തമായിട്ടുള്ള ചില ഉദ്ദേശങ്ങളോടുകൂടെ ഉദ്ദേശത്തോടുകൂടിയാണ് ഈ കുടുംബം അല്ലെങ്കിൽ വിവാഹം എന്നുള്ള ഒരു ചിന്ത രൂപപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം ഒരു കുടുംബത്തെ സൃഷ്ടിച്ചാക്കുമ്പോൾ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കാണുമ്പോൾ അവന് തക്കതായിട്ടുള്ള തുണയെ കൊടുത്തുകൊണ്ട് ഒരു വ്യക്തമായ ഉദ്ദേശത്തോടുകൂടെ, പദ്ധതിയോടുകൂടെയാണ് മനുഷ്യനെ ദൈവം ലോകത്തിൽ ആക്കിയത്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത്, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുവാൻ. ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുവാൻ, ദൈവത്തിനു വേണ്ടി ജീവിക്കുവാനായിട്ടുള്ള കുടുംബങ്ങളായിട്ടാണ് ദൈവം കുടുംബങ്ങളെ സൃഷ്ടിച്ച് ഈ ലോകത്തിൽ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ വിവാഹ ശുശ്രൂഷയുടെ പ്രാരംഭത്തിൽ കൊടുത്തിരിക്കുന്ന പ്രബോധനത്തിൽ എന്തിനായിട്ട് വിവാഹം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം നൽകിയതായിട്ടുള്ള വിചാരങ്ങളെ പരിശുദ്ധമായ രീതിയിൽ ഉപയോഗിക്കുവാൻ, ദൈവം നൽകുന്നതായിട്ടുള്ള മക്കളെ ദൈവത്തോട് ചേർന്ന് വളർത്തുവാൻ, ഇതിനൊക്കെയായിട്ടാണ് വിവാഹം നിയമിക്കപ്പെട്ടിരിക്കുന്നത്, കുടുംബ ബന്ധങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ആ പ്രബോധനത്തിൽ പറയുന്നു. അതുകൊണ്ട് ആ ഒരു മാന്യതയോടുകൂടെ, ആ ഒരു ചിന്തയോടുകൂടെ വേണം വിവാഹത്തിൽ പ്രവേശിക്കുവാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിവാഹ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അതുകൊണ്ട് അവിടെ പുരുഷനോടും സ്ത്രീയോടും ചോദിക്കുന്നുണ്ട്, നിങ്ങളതൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയുവാനായിട്ടുണ്ടോ? ജനത്തോട് ചോദിക്കുന്നുണ്ട്, ഈ ഭാര്യ ഭർത്താക്കന്മാരോടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന കാര്യങ്ങൾക്കായിട്ടാണ് വിവാഹം നിയമിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനെ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും ഇതനുസരണമായി ജീവിക്കുവാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് വിവാഹത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്.
അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് മൂന്നാമത്തെ കാര്യം, മാരേജ് ഈസ് ഓർഡൈൻഡ് വിത്ത് എ പർപ്പസ്. ഒരു പ്രത്യേകമായ ഉദ്ദേശത്തോട്, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുവാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം ഈ ലോകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചൊരു കുടുംബമായി ജീവിക്കുവാനായിട്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ചില കടമകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതൊരു ഭർത്താവ് എന്ന രീതിയിലായാലും ഭാര്യ എന്ന രീതിയിലായാലും ദൈവം നൽകിയതായിട്ടുള്ള ചില ദൗത്യങ്ങൾ, ചില കടമകൾ പൂർത്തീകരിക്കേണ്ടത് ആവശ്യമാണ്. ഈ കടമകൾ നിർവഹിക്കുവാനായിട്ട് കഴിയാതെ വരുമ്പോൾ പരസ്പരം ഇവിടെ ദൈവസന്നിധിയിൽ പരസ്പരം ഈ ഒരു കുടുംബ ബന്ധത്തിലേക്ക് ചേരുമ്പോൾ അവിടെ പറയുന്നുണ്ട്, രോഗത്തിലും ദുഃഖത്തിലും സുഖത്തിലും മരണം വരെ ഞാൻ നിന്നോട് ഒപ്പമുണ്ട്, അല്ലെങ്കിൽ നിനക്ക് വേണ്ടുന്നതായിട്ടുള്ള സഹായം ചെയ്തു കൊള്ളാമെന്നൊക്കെയുള്ള ചില കവനൻസ്, ചില ഉടമ്പടിയൊക്കെ അവിടെ എടുക്കുന്നുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ആ കടമകളെ നിർവഹിക്കപ്പെടുവാൻ കഴിയാതെ വരുമ്പോഴാണ് ബന്ധങ്ങൾ ശിഥിലമാക്കപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. നമ്മൾ ഇന്ന് വായിക്കേണ്ടതായിട്ടുള്ള 2-ാം പാഠത്തിൽ 1 കൊരിന്ത്യർ 13-ാം അധ്യായം വളരെ വ്യക്തമായിട്ട് സ്നേഹത്തെക്കുറിച്ചാണ് ഓർമ്മിപ്പിക്കുന്നത്. എന്താണ് സ്നേഹമെന്നും സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ എന്താണെന്നും വളരെ വ്യക്തമായിട്ട് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, സ്നേഹമില്ല എങ്കിൽ ഇതൊക്കെ ജീവിതത്തിൻ്റെ പാളിച്ചകളുടെ അനുഭവങ്ങൾ അവിടെയാണ് ആരംഭിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കേണ്ടത്. സ്നേഹമാണ് അതിലേറ്റവും ഉദാത്തമായ അനുഭവം. സ്നേഹമില്ലാതെ വരുമ്പോഴാണ് അവിടെ ഈർഷ്യയും പിണക്കവും മറ്റ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും ഒക്കെ കടന്നു വരുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കേണ്ടത്. വളരെ വ്യക്തമായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്നത് ദൈവമാണ് സ്നേഹം. അപ്പോൾ സ്നേഹം നമ്മളിൽ ഇല്ലാതെയാകുമ്പോൾ, കുടുംബ ബന്ധങ്ങളിൽ സ്നേഹം ഇല്ലാതെയാകുമ്പോഴാണ് പ്രതിസന്ധികൾ ആരംഭിക്കുന്നത്. സ്നേഹം കുടുംബജീവിതത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ പറയും ഗോഡ് ഈസ് ലവ്. അപ്പോൾ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഇല്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ ബന്ധങ്ങൾ ശിഥിലമാക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം നമ്മുടെ ഉള്ളിൽ ഇല്ല എന്നുള്ളത്. ദൈവം നമ്മുടെ ഉള്ളിൽ ഇല്ല എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ദൈവത്തെ യഥാർത്ഥമായി എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് കഴിയുന്നുണ്ട്. ഏത് കുടുംബ ബന്ധങ്ങളും ശിഥിലമാക്കപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവരുടെ ഉള്ളിലുള്ള സ്നേഹത്തിൻ്റെ അനുഭവം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. സ്നേഹത്തിൻ്റെ അനുഭവം നഷ്ടപ്പെട്ടുമ്പോൾ കടമകളെ കൃത്യമായി പൂർത്തീകരിക്കുവാൻ കഴിയാതെ മുന്നോട്ട് പോകും. അപ്പോൾ പരസ്പരം മറ്റുള്ളവരിലേക്ക് പഴിചാരുന്ന അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകും. പരസ്പരം ഉൾക്കൊള്ളുവാൻ കഴിയാത്തതായിട്ടുള്ള അനുഭവം ഉണ്ടാകും. അങ്ങനെ കുടുംബ ബന്ധം ഇല്ലാതെയാക്കുവാനായിട്ടുള്ള ശ്രമത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുക എന്ന അനുഭവമാണ്. അതിൻ്റെ കാതലായ ചിന്ത, അനുഭവം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് സ്നേഹം നഷ്ടപ്പെട്ടു, കുടുംബ ബന്ധങ്ങളിൽ സ്നേഹം നഷ്ടപ്പെട്ടു. സ്നേഹം നഷ്ടപ്പെട്ടു എന്ന് നാം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവികമായ അനുഭവം, ഗോഡ് ഈസ് ലവ്. ആ ദൈവം നമ്മുടെ ദൈവികമായ അനുഭവം, ദൈവിക സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നാം മാറിപ്പോയി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് അവിടെ നാം വായിച്ച 1-ാം പാഠത്തിൽ പറയുന്നത് പോലെ നിങ്ങളുടെ ഹൃദയം കാഠിന്യം നിമിത്തമത്രേ മോശെ അങ്ങനെ പറഞ്ഞത്. നിങ്ങളുടെ ഹൃദയം കഠിനമായി തീരുവാനായിട്ട് ഉള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവിക സ്നേഹം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയം കഠിനമായി തീരുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവത്തിലേക്കൊക്കെ മനുഷ്യൻ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ദൈവം സ്നേഹമാണ്. ആ ദൈവികമായ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ എപ്പോഴും നിലനിർത്തുവാനായിട്ട് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ചെറു കുടുംബങ്ങളായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ജീവിതം, മറ്റുള്ളവർക്ക് മാതൃകയുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വളരെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വ്യക്തിയുടെ വാക്കുകൂടെ, ഒരു സെൻറ്റൻസൂടെ പറഞ്ഞുകൊണ്ട് എൻ്റെ ചിന്ത അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ലൈഫ് വിൽ ഷൈൻ വെൻ ഫാമിലി ഈസ് ഫൈൻ. ലൈഫ് വിൽ ഷൈൻ വെൻ ഫാമിലി ഈസ് ഫൈൻ. കുടുംബ ജീവിതങ്ങൾ, കുടുംബ ബന്ധങ്ങൾ അത് വളരെ ഫൈനായിട്ടുള്ള അനുഭവത്തിൽ, അത് വളരെ വളരെ രമ്യമായിട്ടുള്ള, വളരെ അനുഗ്രഹപൂർണമായിട്ടുള്ള ഒരു അനുഭവത്തിലാണ് കുടുംബങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അവിടെ പറയുകയാണ് ലൈഫ് വിൽ ഷൈൻ. ജീവിതം പ്രകാശപൂർണമാകും, ജീവിതം സ്വർണം പോലെ തിളങ്ങുന്ന അനുഭവമായി തീരും എന്നുള്ളത് ഇവിടെ ഓർപ്പിച്ചിരിക്കുകയാണ്. അതായത് ലൈഫ് വിൽ ഷൈൻ വെൻ ഫാമിലി ഈസ് ഫൈൻ. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ
അവിടെ ഒരു ഡിവോഴ്സിൻ്റെ അനുഭവങ്ങളും വരികയില്ല. പരസ്പരം ഉൾക്കൊള്ളുവാൻ ഒരു പക്ഷേ പല പ്രതിസന്ധികളുണ്ടാകും അല്ലേ? ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ അവരുടെ കുടുംബ ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കാണും. പക്ഷേ അതൊക്കെ ദൈവിക സ്നേഹത്തിൽ ഉൾക്കൊള്ളുവാൻ, മനസ്സിലാക്കുവാൻ, പരസ്പരം ക്ഷമ ചോദിക്കുവാൻ, പരസ്പരം ഉൾക്കൊള്ളുവാനായിട്ടൊക്കെ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ടത് നാം മനസ്സിലാക്കേണ്ടത് ഈ ദൈവികമായ അംശം നമ്മിൽ നിന്ന്, ദൈവികമായ സാന്നിധ്യം നമ്മിൽ നിന്ന് അകന്നുപോയോ, ആ ദൈവത്തിൽ നിന്ന് ഞാനും നിങ്ങളും അകന്നുപോയോ എന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതമൊക്കെ അനുഗ്രഹപൂർണ്ണമായി തീരണമെങ്കിൽ ഈ ദൈവത്തെ അവരുടെ ഉള്ളിൽ കൊടുക്കുവാൻ, ഈ ദൈവത്തെ അവരുടെ ഉള്ളിൽ നിലനിർത്തുവാൻ, ആ ദൈവിക അനുഭവത്തിൽ ജീവിക്കുവാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുവെങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ കുടുംബ ബന്ധങ്ങളൊക്കെ അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായിട്ട് തീരുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരുപാട് പുതിയ ചിന്തകളും ചിന്താധാരകളുമൊക്കെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ക്രിസ്തീയ അനുഭവത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കണമെങ്കിൽ ഈ ഒരു ചിന്ത നമ്മൾ അവരുടെ ഹൃദയങ്ങളിലേക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഒന്ന്, മാരേജ് ഈസ് എ ഡിവൈൻ ഓർഡർ. 2, മാരേജ് ഈസ് എ കവനൻ്റൽ റിലേഷൻഷിപ്പ്. 3, മാരേജ് ഈസ് ഓർഡൈൻഡ് വിത്ത് എ പർപ്പസ്. ഇത് ദൈവിക പദ്ധതി പ്രകാരം രൂപപ്പെട്ടതാണെന്നും ഇതൊരു ഉടമ്പടിയുടെ അനുഭവമാണെന്നും അത് ഭാര്യയും ഭർത്താവും തമ്മിൽ മാത്രമല്ല ഉള്ളത്, അത് പിതാവായ ദൈവവുമായിട്ടുള്ളൊരു കവനൻ്റൽ റിലേഷൻഷിപ്പാണെന്നുള്ളതും ദൈവം നമ്മെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുവാനായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്നുള്ള ചിന്ത നമ്മുടെ കുഞ്ഞുങ്ങളിൽ പകർന്നു നൽകുവാനും ദൈവം സ്നേഹമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നിറയുന്നുവെങ്കിൽ, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കുന്ന അനുഭവങ്ങളിലേക്ക് ഞാനും നിങ്ങളും പോകുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവിക അംശം നഷ്ടപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ തലമുറകളെ പറഞ്ഞ് പഠിപ്പിക്കുവാൻ, നമ്മുടെ ജീവിതത്തിലൂടെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാതെ വണ്ണം മുന്നോട്ട് പോകുവാനായിട്ടിടയാകും. അതിനുവേണ്ടി നമുക്ക് തുടർന്നുള്ള നാളുകളിൽ പ്രാർത്ഥിക്കാം, നമ്മുടെ തലമുറകളെ അതിനുവേണ്ടി ഒരുക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നിഖ്യാവിശ്വാസ പ്രമാണം ചേർന്ന് പ്രഖ്യാപിക്കാം. നിഖ്യാവിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശവും ഭൂമിയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായുള്ള സകലത്തെയും സൃഷ്ടിച്ചവനായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായി ഏകകർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകങ്ങൾക്കും മുമ്പേ തൻ്റെ പിതാവും ജനിപ്പിക്കപ്പെട്ടവൻ. ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിൽ നിന്ന് പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിപ്പിക്കപ്പെട്ടവൻ, ഉണ്ടാക്കപ്പെട്ടവനല്ല. പിതാവിനുടെ ഏകത്വമുള്ളവൻ, അവനാൽ സകലവും ഉണ്ടായും. ആ മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധാത്മാവിനാൽ കന്യമറിയുന്ന മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു. തിരുവഴുത്ത് പ്രകാരം 3-ാം ദിവസം എഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി. പിതാവിന്റെ ഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ മുഖത്തോടെ വീണ്ടും വരും. രാജ്യം അവസാനം ഉണ്ടാകുകയില്ല. പിതാവ് ജീവിപ്പിക്കുന്നവനും പിതാവിന്റെ പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോട് കൂടെ വന്ദിക്കപ്പെടുന്നവനും കാതോലിക അപ്പോസ്തലികമായ ഏകവിശ്വസഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപസഭയെ ഞാൻ വിശ്വസിക്കുന്നു. ധാനത്തിനും ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലകളാം. വീണ്ടും ഒരു വിശുദ്ധമായൊരു ദിവസം ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകുന്ന വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കരുണയോടെ ദൈവം നമ്മെ ഒരാഴ്ചക്കാലം കൂടെ നടത്തുന്നു. ദൈവത്തിൻ്റെ സംരക്ഷിത വലയത്തിനുള്ളിൽ ചിറകിൻ്റെ മറവിൽ ദൈവം നമ്മെ അനുഗ്രഹത്തോടെ സംരക്ഷിച്ച് പുലർത്തുന്ന വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. എത്രയോ പേര് ലോകത്തിൽ നിന്ന് പട്ടുപോയ അനുഭവങ്ങളിൽ ദൈവം നമ്മോട് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കുന്നു. ദൈവം ഞങ്ങളുടെ കൃപയിൽ ഞങ്ങൾക്ക് മുൻപോട്ട് ജീവിപ്പാൻ ദൈവം കൃപയരണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും
വലിയവനായ ദൈവത്തിൻ്റെ കരം ഞങ്ങളുടെ കൂടെ ഇരുന്ന് നടത്തണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കിയിരിക്കുന്ന നമ്മെല്ലാവരെയും ദൈവസന്നിധിയിൽ കരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ ദൈവത്തിൻ്റെ അനുദിന നടത്തിപ്പിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് രോഗാതുരമായ ഒരു ജീവിത സാഹചര്യത്തിൽ ഏറെ ഭാരത്തോടെ, ഏറെ പ്രയാസങ്ങളോടെ, അതിലുപരി ഏറെ ആശങ്കകളോടെ കർത്താവിൽ മനുഷ്യനൊക്കെയും ജീവിക്കുമ്പോൾ ദൈവം കരുണയോടെ നടത്തി അനുഗ്രഹിച്ച് പരിപാലിക്കുന്ന വിധങ്ങൾക്കായിട്ട് ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒപ്പം കോവിഡിൻ്റെ രോഗം ബാധിച്ചവരെ ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് വിടുതലും സൗഖ്യവും നൽകി കൊടുക്കണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അറിവിലും പരിചയത്തിലും നാമായിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭയിലെ അനേകർ അവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അവരുടെ ഒന്നും ജീവന് ഹാനി സംഭവിക്കാൻ ഇടയാകരുത്. മറ്റ് ശാരീരികമായ ബലഹീനതകളോ പ്രയാസങ്ങളോ ഒന്നും കൂടാതെ ദൈവമേ, പൂർണ്ണമായ വിശ്രമത്തിൽ, പൂർണ്ണ ആരോഗ്യത്തോടെ, രോഗം സൗഖ്യമായി ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ അവരെയൊക്കെ സഹായിക്കണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിലെ സൗഖ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ദൈവകൃപ അനുഭവിക്കുവാൻ, ദൈവത്തിൻ്റെ സൗഖ്യം അതിന് നേർസാക്ഷിയായിരിക്കാൻ ദൈവം ഞങ്ങളെ ഒരുക്കണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗം ബാധിച്ച് മരണപ്പെട്ടവരുടെ ഭവനങ്ങളെ ദൈവസ്ഥലത്തിൽ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ്, വേർപാട് വേദനയുള്ളതാണെങ്കിലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലുള്ള വേർപാടുകൾ അതേറെ ദുഃഖവും വേദനയും ഉളവാക്കുന്നു. എന്നിരുന്നാലും കർത്താവ് അവർക്ക് സ്വർഗീയമായ സമാധാനവും ആശ്വാസവും ദൈവം നൽകി കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ രോഗത്തിലുമായിട്ട് ബന്ധപ്പെട്ട് വിവിധങ്ങളായിട്ടുള്ള ചുമതലകളായിരിക്കുന്നവർ, രോഗം ബാധിച്ചവർ, ശുശ്രൂഷിക്കുന്നവർ, നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് അഹോരാത്രം പ്രയത്നിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർക്കണം നമുക്ക് പ്രാർത്ഥിക്കാം. സർക്കാർ സംവിധാനങ്ങൾ, അതുപോലെ മറ്റ് വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർക്കണം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അവർക്കൊക്കെ ആയുസ്സും ആരോഗ്യവും ബുദ്ധിയും കഴിവും വൈഭവവും ദൈവം നൽകി കൊടുക്കണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ രോഗത്തെ പൂർണ്ണമായി മറികടക്കുവാൻ മനുഷ്യന് വിവേകവും ബുദ്ധിയും ദൈവം നൽകി കൊടുക്കണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അതിൻ്റെ മരുന്നുകൾ, പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരുക്കി നൽകണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിലൊക്കെ ഉപരി മഹാവൈദ്യനായിരിക്കും ദൈവം. ഞങ്ങളുടെ ദേശത്തോട്, സകല മനുഷ്യരോടും സകല സൃഷ്ടിയോടും ദൈവം കരുണ കാണിക്കണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോക ജീവിതത്തിൽ കർത്താവേ, പ്രതികൂലതകളേറി വരുന്നു, പ്രതിസന്ധികളേറി വരുന്നു, ആശങ്കകൾ വർദ്ധിക്കുന്നു. സുഗമമായ ജീവിത സാഹചര്യങ്ങൾ കുറിച്ച് ഒട്ടേറെ ചോദ്യങ്ങൾ കർത്താവെ ഉയരുമ്പോൾ ഞങ്ങൾ ദൈവത്തിങ്കിലേക്ക് ഞങ്ങൾ നോക്കുന്നു. ദൈവം ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സ് തകർന്ന അനുഭവങ്ങളിൽ രക്ഷിക്കുന്നവനായ ദൈവം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാകുന്ന, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന തിരുവൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നുവല്ലോ. കർത്താവെ, നുറുക്കത്തിൻ്റെയും വേദനയുടെയും അനുഭവങ്ങളിൽ ദൈവമാണ് സമീപസ്ഥനായിരിക്കുന്നത്, ദൈവത്തോടാണ് ഞങ്ങൾ ചേർന്നിരിക്കുന്നത് എന്ന ബോധ്യം തിരുവചനം ഞങ്ങൾക്ക് നൽകുമ്പോൾ, ദൈവമേ, ഞങ്ങളുടെ ഉള്ളിലെ സ്വയത്തെ ഉപേക്ഷിച്ച്, ഞങ്ങളുടെ ഉള്ളിലെ അഹംഭാവങ്ങളെയൊക്കെ ഞങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവസ്ഥാനത്തിലേക്ക് അടുത്തു വരും. ദൈവം ഞങ്ങളോട് കരുണ കാണിക്കണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പലവിധമായ രോഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെയൊക്കെ ദൈവസ്ഥാനത്തിൽ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ പലവിധമായ അനുഭവങ്ങളിൽ, വേദനയിലും ഭാരങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ ആയിരിക്കുന്നവരെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരോടൊക്കെ കരുണ കാണിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജീവിതത്തിലെ പലവിധമായ സാഹചര്യങ്ങൾ, അതിനെയൊക്കെ ഭീതിയോടെ കാണുവാൻ ദൈവം ഇടയാകരുതെന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും ഒരു യാഥാർത്ഥ്യ ബോധ്യത്തോടെ കാണുവാനും അവിടെയൊക്കെ കർത്താവെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുവാനും ദൈവം ഞങ്ങളെ പഠിപ്പിക്കണമേ, ശീലിപ്പിക്കണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം.
ഇനി മുൻപോട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ പ്രതികൂലതകളൊക്കെ വന്ന് ഭവിച്ചോട്ടെ. എന്നാൽ കർത്താവെ, ഞങ്ങൾ പേടിച്ച് നിലവിളിച്ച് ഭയന്ന് മാറി ഞങ്ങളുടെ വിശ്വാസങ്ങളെ വിട്ടെറിഞ്ഞ് ഞങ്ങളിലുള്ള അടിസ്ഥാന ഭാവങ്ങളെ വിട്ടെറിഞ്ഞ് ഞങ്ങളിലുള്ള കർത്താവെ ചില നല്ല മൂല്യമുള്ള അനുഭവങ്ങൾക്ക് മീതെ ഞങ്ങൾ ചായം പൂശി ഞങ്ങളുടെ സ്വത്വത്തെ പോലും മറക്കുന്ന അനുഭവങ്ങളായിട്ടല്ല കർത്താവെ, മറിച്ച് ദൈവത്തിങ്കൽ ഞങ്ങളുടെ കൈവശമുള്ള ഞങ്ങളുടെ അടിസ്ഥാന ഭാവങ്ങളെ മൂല്യങ്ങളെ ഒക്കെ ഞങ്ങൾക്ക് പരിപോഷിപ്പിക്കാനും കർത്താവെ അതിനെ കൂടുതൽ തിളക്കമുള്ളതാക്കി തീർക്കുവാനും ദൈവം ഞങ്ങളെ പഠിപ്പിക്കണമേ, ശീലിപ്പിക്കണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഞങ്ങൾക്ക് നന്മയല്ലാതെ ഒന്നും ചെയ്യുകയില്ല എന്ന ബോധ്യം ദൈവം ഞങ്ങളുടെ ഉള്ളിൽ അവിടുന്ന് ഉറപ്പിക്കണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പലവിധമായ രോഗങ്ങളുടെയും പ്രയാസങ്ങളുടെയും വേദനകളുടെയും അനുഭവങ്ങളായിരിക്കുന്നവർ ദൈവസന്നിധിയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് ആശ്വാസവും വിടുതലും ബലവും സൗഖ്യവും നൽകി കൊടുക്കണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മളുടെ 10ാം ക്ലാസ്സിൻ്റെ അതുപോലെ +2-ൻ്റെയും ഒക്കെ റിസൾട്ടുകൾ ഈ ദിവസങ്ങളൊക്കെ വന്ന് നമ്മളുടെ എല്ലാ കുഞ്ഞുങ്ങളും വിജയികളായി തീരുവാൻ ദൈവം കൃപയറിൻ്റെ ദൈവം അവർക്ക് നൽകിക്കൊടുത്ത വലിയ വിജയത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവർക്ക് കർത്താവെ ബുദ്ധിയും കഴിവും ജ്ഞാനവും ആരോഗ്യവും ഒക്കെ ദൈവം നൽകിക്കൊടുത്തു. പ്രതികൂലതകളുടെ നടുവിൽ കർത്താവെ ആത്മാർത്ഥതയോടെ പഠിക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവയോട് നൽകിക്കൊടുത്ത കഴിവിനായിട്ട് സ്തോത്രം ചെയ്യാം. കർത്താവ് തുടർന്ന് അവർക്ക് നല്ല അഡ്മിഷനൊക്കെ ലഭിക്കാനും ജീവിതത്തിൽ കർത്താവ് ഉന്നതമായ നിലകളിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഉയരുവാൻ ദൈവം കൃപയല്ലണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ യുവാക്കളെ ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ കാലഘട്ടത്തിൻ്റെതായ പ്രതിസന്ധികളിൽ, ഈ കാലഘട്ടത്തിൻ്റെതായ മൂടുപടലങ്ങളിൽ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മൂടപ്പെട്ട് തങ്ങളെ തന്നെ നശിപ്പിച്ചുകൊണ്ട് കർത്താവെ അവർ നശിച്ചു പോകുന്നതിന് വേണ്ടിയല്ല കർത്താവെ, മറിച്ച് ഈ കാലഘട്ടങ്ങളുടെ പ്രതികൂലതകളെ അതിജീവിക്കാനുള്ള ഒരു ഊർജവും താല്പര്യവും പ്രചോദനവും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകി കൊടുക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കാം. തങ്ങളുടെ ഭാവിയെ കണ്ടെത്തുവാൻ, കർത്താവെ തങ്ങളിലുള്ള വിശ്വാസത്തെ പരിപോഷിപ്പിക്കുവാൻ, തങ്ങളുടെ അടിസ്ഥാന കർത്താവെ വിശ്വാസങ്ങളെ അത് കൂടുതൽ കർത്താവെ രാഗി മിനുക്കിയെടുക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ യുവതലമുറയെ അവിടുന്ന് ശീലിപ്പിക്കണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ ഞങ്ങളുടെ വിശ്വാസ ജീവിതങ്ങളെ പോരായ്മകളെയൊക്കെ കർത്താവെ നാളുകൾ ശക്തിപ്പെടുത്തുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനങ്ങളിൽ വിശ്രമിക്കുന്ന പ്രായമായിട്ടുള്ള മാതാപിതാക്കളെയൊക്കെ ദൈവത്തിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഏകാന്തതയിലായിരിക്കുന്നവർ, അതുപോലെ പ്രായമായ മാതാപിതാക്കൾ, മക്കളൊക്കെ ദൂരത്തായിരിക്കുന്നവരൊക്കെ ഉണ്ട്. പലവിധമായ സാഹചര്യങ്ങളുള്ളവരുണ്ട്. കർത്താവെ അവർക്കൊക്കെ ദൈവം ആശ്വാസവും ബലവും സൗഖ്യവും നൽകി കൊടുക്കണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്കൊക്കെ കർത്താവെ ആരോഗ്യവും ബലവും നൽകി കൊടുത്ത് തലമുറകളുടെ നന്മകളെ കണ്ട് സന്തോഷിപ്പാൻ ദൈവം അവർ കൃപയല്ലണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ബുക്കാനാൻ സ്ഥാപനങ്ങളെ ദൈവസ്ഥലത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതിൻ്റെ സുഖമായ പ്രവർത്തനങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമുക്ക് നേതൃത്വം നൽകുന്ന അവർക്ക് യേശുവിനെ കുടുംബമായി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ കുടുംബജീവിതം ഏറെ സന്തോഷവും അതുപോലെ ശുശ്രൂഷ ഏറെ ഫലകരവുമായി തീരുവാൻ ദൈവം കൃപയരണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. മഹായുടെ അധ്യക്ഷനെ തിരുമേനിയെ ദൈവസ്ഥാനത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. പട്ടക്കാരെ എല്ലാം ദൈവസ്ഥാനത്തിൽ ഓർക്കാം. നമ്മളുടെ ഉപദേശിമാരെ, ശുശ്രൂഷ സമൂഹത്തെ നമുക്ക് ദൈവസ്ഥാനത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. മിഷണറിമാരെ, സിസ്റ്റർഹുഡിൻ്റെ പ്രവർത്തനങ്ങളായിരിക്കുന്നവർ, മറ്റ് സ്വമേധയാ സുവിശേഷ പ്രവർത്തനങ്ങളിൽ സഭയുടെ വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിൽ നേതൃത്വം വഹിക്കുന്നവരെല്ലാം നമുക്ക് ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ചികിത്സകളിലൊക്കെ ആയിരിക്കുന്ന നമ്മുടെ ശുശ്രൂഷകരെയൊക്കെ ദൈവസ്ഥാനത്തിൽ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരോടും കരുണയും കൃപയും ചൊരിയണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അറിവിലെ പരിചയത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ രോഗങ്ങളിലും പലവിധമായ ജീവിത പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പെട്ട് മനസ്സ് നേറി ജീവിതം വഴിമുട്ടിയ അനുഭവങ്ങളിലൊക്കെ ആയിരിക്കുന്നവരെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് ആശ്വാസവും ബലവും നൽകി കൊടുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ നടുവിൽ കർത്താവ് ഏറെ ഈ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെ അനേകരുടെ ആത്മഹത്യകളും കർത്താവ് ജീവിതം സ്വയം നശിപ്പിക്കുന്ന അനുഭവങ്ങളുമൊക്കെ ഞങ്ങൾ കേട്ടുകൊണ്ട് മനസ്സ് നീറുന്ന അനുഭവങ്ങൾ, കർത്താവെ ആത്മഹത്യകൾ, ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനങ്ങൾ, അതൊക്കെ കർത്താവെ തെറ്റെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒപ്പം ജീവിത പ്രതിസന്ധികളെ കർത്താവെ അത് ക്രിയാത്മകമായി നേരിടുവാനോട് ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രതിസന്ധികൾക്ക് ദൈവത്തോട് കൂടുതൽ ചേർന്നിരിപ്പാൻ അവിടെ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ അങ്ങയുടെ വലിയ കൃപയും കരുണയും
ഞങ്ങളുടെ ജീവിതത്തിലുടനീളം അനുഭവിപ്പാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ വ്യക്തിപരമായ ദൈവസ്ഥലത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഏതാനും നിമിഷങ്ങൾ നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാമല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായിക്കുന്നവൻ പാപമെല്ലാം മറക്കുന്നവൻ പുതുജീവൻ എന്നിൽ പകരുന്നവൻ യേശു യേശു അവനാരിലും വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരമനുസരിച്ച നമുക്കൊരു കിടുമവനഖിലം കൃപയാരുളിടുമേ ബലമണിക്കുമേ കൃപയാരുളിടുമേ ബലമണിക്കുമേ മാറമധുരമായി മാറ്റിയിടുമേ യേശു യേശു അവനാരിലും വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗപിതാവേ, അല്പസമയം ദൈവസന്നിധിയിലിരുന്ന് ഒട്ടേറെ വിഷയങ്ങളെ ദൈവസന്നിധിയിലേക്ക് മധ്യസ്ഥ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ദൈവമേ അവിടെ ഞങ്ങളെ പഠിപ്പിച്ച വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ദൈവമായ കർത്താവേ, ഞങ്ങൾ തിരുമുമ്പിൽ കഴിച്ച എല്ലാ അപേക്ഷകളെയും സ്വർഗം തുറന്ന് കേട്ട് മാനിച്ചതോർത്ത് സ്തോത്രം. ഞങ്ങൾ പാടിയതുപോലെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഏതനുഭവങ്ങളായിക്കൊള്ളട്ടെ അതൊക്കെ ദൈവം അറിഞ്ഞാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ആ ദൈവം ഞങ്ങൾക്ക് നീക്കുപോക്കും വഴികളും ഉണ്ടാക്കും എന്ന ഉറച്ച വിശ്വാസം ദൈവം അവിടെ ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കും. ദൈവം ഞങ്ങൾക്ക് നന്മയല്ലാതെ ഒന്നും തിന്മയായിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്യാത്ത ദൈവം കർത്താവേ, എന്നാൽ ജീവിത സന്ദർഭങ്ങളിലുള്ള ദൈവകൃപ ദൈവാനുഭവത്തെ പലപ്പോഴും അനുഭവിക്കുവാനുള്ള ക്ഷമയും കരുത്തും ഞങ്ങൾക്കില്ലാതെ പോകുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങളെന്ന് അവിടെ ഞങ്ങളെ പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ ഞങ്ങളുടെ വിശ്വാസങ്ങളിൽ ഇരട്ടി വീര്യത്തോടെ കർത്താവ് ദൈവസന്നിധിയിൽ ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കുകയും ഞങ്ങളെ ശീലിപ്പിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഇന്ന് ആരാധന അനുഭവം ഞങ്ങൾക്ക് നൽകി തരുന്ന ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിനെ നിറവുകൊണ്ട് കൃപ കൊണ്ട് ഞങ്ങളെ വഴി നടത്തണം. ദൈവമായ കർത്താവ് തിരുമേശയുടെ ഭാഗമായി തീരുവാൻ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളോട് കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടേതായ യോഗ്യതകളോടെയല്ല കർത്താവെ, മറിച്ച് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന വിശ്വാസത്തോടെ പൂർണ്ണമായ ബോധ്യത്തോടെ തിരുമേശയുടെ അനുഭവത്തിൽ ഞങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവെ, വിശുദ്ധമായതിനെ ഭക്ഷിച്ച് പാനം ചെയ്യുവാനുള്ള കൃപയും യോഗ്യതയും ഞങ്ങൾക്ക് നൽകി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ട വചനത്തിനായി സ്തോത്രം. ദൈവമേ, ഞങ്ങൾക്കൊക്കെ നൽകി തന്നെ കുടുംബജീവിതത്തിനായി സ്തോത്രം ചെയ്യുന്നു. അത് മാന്യതയോടെ ദൈവകൃപയോടെ ദൈവദാനമാവുന്നു എന്ന ബോധ്യത്തോടെ ജീവിപ്പാനും അനുഭവിപ്പാനും സാക്ഷ്യത്തോടെ കർത്താവെ അതിനെ കാത്തുപരിപാലിക്കുവാനും ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാലും കൃപകളാലും നിറയ്ക്കണം. ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടമ്പെട്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളോടും എല്ലാ വ്യക്തികളോടും ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കുന്നതാണ്. നന്മകളാൽ നിറയ്ക്കണം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മെല്ലാവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാവട്ടെ.
അപ്പം നുറുക്കൽ ശുശ്രൂഷയ്ക്കായി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പോൾ നാവുകൊണ്ട് പലരായി നമ്മൾ ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരു അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. ഞാൻ അവൻ്റെ പ്രാർത്ഥന ദോഷങ്ങളെ അർപ്പിക്കും. ഞാൻ കർത്താവിന് പാടി കീർത്തനം ചെയ്യും. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെ അടയാളമാവുന്ന കൈസൂര്യ നമുക്ക് സ്വീകരിക്കാം. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മോടുകൂടെ. ജ്ഞാനകീർത്തനങ്ങളിൽ 224-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. കീർത്തനം 224. ശുദ്ധിക്കായി നീ യേശു സമീപേ കുളിച്ചോ കുഞ്ഞാട്ടി രക്തത്തിൽ പൂർണ്ണാശ്രയാമി നിമിഷം താൻ കൃപ തന്നിൽ വച്ചോ ശുദ്ധിയായോ നീ കുളിച്ചോ നാം അർപ്പിച്ചതായിട്ടുള്ള വഴിപാടുകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ പ്രിയപുത്രന്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള വഴിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരം അയോഗ്യരായി ഞങ്ങൾ നിങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം നിനക്കുള്ളതല്ലോ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നേ ഉള്ളൂ. ഞങ്ങളെയും ഞങ്ങളുടെ ദാനങ്ങളെയും അങ്ങ് കൈക്കൊണ്ട് അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയായി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. മുട്ടുകളെ മടക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രേഷ്ഠ മഹാപുരോഹിതനായുള്ളവേ, നിന്റെ ശിഷ്യന്മാരുടെ നടുവിൽ നീ സന്നിഹിതനായിരുന്നതുപോലെ ഞങ്ങളുടെ മധ്യത്തിലും വന്ന് നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പിതാവിനോടും ആത്മാവിനോടും കൂടെ ഏകദൈവമായി കലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുകയും നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറയുമാകുന്നു. നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു മൂലമായിട്ട് തന്നെ
അവൻ മുഖാന്തരം നീ ആകാശവും ഭൂമിയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. മനുഷ്യനെ നിന്റെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതു സൃഷ്ടിയുടെ ആദിഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ദൂതന്മാരോടും പ്രധാന ദൂതന്മാരോടും സ്വർഗ്ഗത്തിലെ സർവസംഘത്തോടും ഞങ്ങളെപ്പോഴും നിന്നെ സ്തുതിച്ചും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, മഹത്വം ചൊല്ലിയും നിന്റെ മഹത്തുള്ള നാമത്തെ പുകഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. ആമേൻ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാ. ഉന്നതങ്ങളിൽ സ്തുതി. സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആർദ്ര സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവത്തെ എടുക്കുവാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മരണമനുഭവിപ്പാനും തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ വഴിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തികയ്ക്കുകയും താൻ വീണ്ടും വരുവോളം തൻ്റെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടപെടാതുള്ള ഓർമ്മയെ നിയമിക്കുകയും അതിനെ എപ്പോഴും ആചരിക്കണമെന്ന് തൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അത്താഴം കഴിഞ്ഞതിന് ശേഷം അപ്രകാരം തന്നെ അവൻ പാനപാത്രം എടുത്തു സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു. ഇതിനെ കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. ആമേൻ. കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ കൊണ്ടാടും, നിന്റെ ഉയർപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുന്നു. രണ്ടാമത്തെ ഞങ്ങൾ കാത്തിരിക്കുന്നു. നിനക്ക് മഹത്വമുണ്ടാകട്ടെ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ നിന്റെ പുത്രന്റെ വിലയേറിയ മരണവും കഷ്ടപ്പാടും അവൻ്റെ മഹത്വമുള്ള പുനരുത്ഥാനവും സ്വർഗാരോഹണത്തെയും ഓർത്തുകൊണ്ടും അവനിൽ നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോളം അവൻ്റെ ഓർമ്മയ്ക്കായി നിരദാസരായി ഞങ്ങളിത് ചെയ്യുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെയും നിന്റെ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയുമാകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടപേക്ഷിക്കുന്നു. അങ്ങനെ അവനിൽ യോജിപ്പിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിൻ്റെ ഐക്യം പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവാകുന്ന മശിഹ എന്ന തലയാകുന്നവങ്കിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായും അവനോടുകൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, നിനക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോട് പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ.
കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പരീക്ഷയിലേക്ക് കടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. കർത്താവിൻ്റെ വിശുദ്ധ മേശയിലേക്ക് കടന്നു വരുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ നമ്മെ തന്നെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ വിനയപ്പെടുത്താൻ നമ്മുടെ സ്വന്തം കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ മേശയിലേക്ക് കടന്നു വരുവാനായിട്ട് നാം ഒരിക്കലും യോഗ്യതയുള്ളവരല്ല. ഈ മേശയെങ്കിൽ നിന്ന് വീഴുന്ന അപ്പഞ്ഞുരുക്കൾ പോലും അനുഭവിപ്പാൻ നാം യോഗ്യതയുള്ളവരല്ല. എങ്കിലും കാൽവരി ക്രൂശിലെ മരണത്താൽ ഉയർത്തെഴുന്നേൽപ്പിനാൽ നമ്മെ വീണ്ടെടുത്ത ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ വിനയത്തോടും പ്രാർത്ഥനയോടും പൂർണ്ണമായ സമർപ്പണത്തോടും കടന്നു വരുവാൻ നമ്മെ ബലപ്പെടുത്തണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് വിനയത്തോടെ പ്രാർത്ഥിക്കാം. താഴെ വരുന്നതായിട്ടുള്ള പ്രാർത്ഥന ഏറ്റവും സമർപ്പണത്തോടുകൂടെ നമുക്ക് ചേർന്ന് ചൊല്ലാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ പലവിധമായ വലിയ കരുണകളിലല്ലാതെ ഞങ്ങളുടെ സ്വന്തം ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മേശയെങ്കിൽ വീഴുന്ന അപ്പഞ്ഞുക്കൾ പോലും അനുഭവിപ്പാൻ യോഗ്യതയുള്ളവരല്ല. എന്നാൽ അങ്ങ് എപ്പോഴും കരുണ ചെയ്യുന്ന സ്വഭാവമുള്ള കർത്താവ് തന്നെയാകുന്നു. അനുകൃപയുള്ള കർത്താവെ, ഞങ്ങളുടെ പാവശല്യങ്ങളും ആത്മാക്കളും നമ്മുടെ ഇഷ്ടപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ശരീരത്താലും രക്തത്താലും ശുദ്ധീകരിക്കപ്പെടുവാൻ ഞങ്ങൾ അവല്ലോ ഞങ്ങൾ എപ്പോഴും വസിപ്പാനും തക്കവണ്ണം അവൻ്റെ മാംസത്തെ ഭക്ഷിക്കുകയും അവൻ്റെ രക്തത്തെ കുടിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് കൃപ തരണമേ. ആമീൻ. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? ലോകത്തിന്റെ പാപത്തെ ചുമന്നെടുക്കുന്നതിനായ ദൈവത്തിന്റെ കുഞ്ഞാടേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപത്തെ ചുമന്നെടുക്കുന്നതിനായ ദൈവത്തിന്റെ കുഞ്ഞാടേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപത്തെ ചുമന്നെടുക്കുന്നതിനായ ദൈവത്തിന്റെ കുഞ്ഞാടേ, നിന്റെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. ജീവന്റെ അപ്പമാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം, സത്യാമുദ്രയാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം വിശ്വാസത്തോടെ നമുക്ക് സ്വീകരിക്കാം. ഈ ആഴ്ചകളിൽ പിറന്നാൾ ആഘോഷിക്കുകയും വിവാഹവാർഷികം ആഘോഷിക്കുകയും ചെയ്യുന്നവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരെ പ്രത്യേകമായ ദൈവകാര്യങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ആയുസ്സിൻ്റെ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഞങ്ങളെല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. ആയുസ്സിൻ്റെ നാളുകൾ പെരുകുന്നത് കർത്താവേ ദൈവത്തിൻ്റെ കൃപയാലാകുന്നുവല്ലോ. അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും നിൻ്റെ മക്കളുടെ മേൽ വ്യാപരിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ. ഈ നാളുകളിൽ ദൈവകൃപയോടുകൂടെ ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദേശത്തെ വാർത്ത വിശ്വസ്ത ആചരിപ്പാൻ നിൻ്റെ മക്കളെ അവിടുന്ന് സഹായിക്കണം. സ്വർഗീയമായിട്ടുള്ള എല്ലാ കൃപകളും നന്മകളും അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചാട്ട് കൃപയോടെ വഴി നടത്തണം. സകല നന്മയിലോട് ഉറപ്പിച്ച് ബലപ്പെടുത്തിയാട്ട് യേശു നാമത്തിലാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത്. ദേവോ നീ കേൾക്കുമാറാകണമേ. ആമീൻ. ഈ ആഴ്ചയിൽ പിറന്നാൾ ആഘോഷിക്കുകയും വിവാഹവാർഷികം ആഘോഷിക്കുകയും ചെയ്യുന്നവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഇടവകയുടെ എല്ലാവിധമായിട്ടുള്ള ആശംസകളെ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഒരു ദിവസം കൂടെ അങ്ങയുടെ സന്നിധിയോട് ചേർന്ന് ജീവിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ വലിയ കൃപകൾക്കായി സ്തോത്രം. അങ്ങേ ആരാധിപ്പാൻ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, വചനത്തെ ധ്യാനിപ്പാൻ ഒക്കെ അവിടെ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തെ കർത്താവെ ദൈവത്തോട് ചേർന്ന് ഉള്ള ജീവിതമായി നയിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. തിരുവചനത്തിലെ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചിന്തിച്ചതുപോലെ വിവാഹത്തിൻ്റെ മാന്യതയെക്കുറിച്ച് കർത്താവെ മനസ്സിലാക്കുവാനും അത് ദൈവത്താൽ നിയമിക്കപ്പെട്ടതും ദൈവിക പദ്ധതി പ്രകാരവും ദൈവകൃപപ്രകാരവും ഉള്ളതാകുന്നുവെന്ന് യഥാർത്ഥമായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാനും കർത്താവ് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം സ്നേഹമാകുന്നു. ആ സ്നേഹം ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാകുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റുന്നത്.
എന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ എല്ലാവരും അവിടെ നിന്ന് സഹായിക്കണം. പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിലേക്കൊക്കെ പ്രവേശിക്കാനിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ ഈ ഒരു ബോധ്യത്തോടുകൂടെ ദൈവകൃപയോടുകൂടെ ചേർന്ന് ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ ആരാധനയിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ വന്നുപോയ എല്ലാ കുറവുകളെയും ഞങ്ങളോട് ക്ഷമിക്കണം. കൃപയിൽ ഞങ്ങളെ വഴി നടത്തണം. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും. രോഗികളായി ഭാരപ്പെടുന്നവർക്കൊക്കെ ആശ്വാസവും ബലവും നൽകണം. ജീവിതത്തിൻ്റെ പലവിധമായ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും പ്രതികൂലങ്ങളെയും നടുവിലൂടെ കടന്നു പോകുന്നവർക്ക് അവിടെ ബലം നൽകണമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരോട് തുറന്നു പറയുവാൻ കഴിയാത്ത ഹൃദയത്തിൻ്റെ ഭാരങ്ങളുമായി കഴിയുന്നവരൊക്കെ അവിടുന്ന് ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണം. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നത് ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാം പരിശുദ്ധമാക്കണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരങ്ങൾ തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് കടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം തരുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും വാഴ്വുകളും നമ്മെല്ലാവരോടും കൂടെ നന്നേക്കും കാലാവസാനം കൂടാതിരിക്കുമാറാകട്ടെ. നോട്ടീസായിട്ട് ചില അറിയിപ്പുകൾ നൽകട്ടെ. വിശുദ്ധ ആരാധനയിൽ വ്യാപരിച്ചതായിട്ടുള്ള ദൈവത്തിൻ്റെ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഏവർക്കും അറിവ് ഉള്ളതുപോലെ മധ്യസ്ഥ പ്രാർത്ഥനയും ബുധനാഴ്ചകളിൽ മധ്യസ്ഥ പ്രാർത്ഥനയും വ്യാഴാഴ്ച സ്ത്രീജന സഖ്യത്തിൻ്റെ പ്രാർത്ഥനയും ഞായറാഴ്ചകളിൽ നമ്മുടെ ഏരിയ പ്രയറുകളും ഓൺലൈനായിട്ട് നടത്തപ്പെടുന്നുണ്ട്. ഈ പ്രാർത്ഥനകളിലൊക്കെയും പങ്കെടുക്കുവാൻ ഇടവാങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്ത ഞായറാഴ്ച ഓഗസ്റ്റ് 15 ഞായറാഴ്ച അന്ന് സ്വാതന്ത്ര്യ ദിനമാകുന്നുവല്ലോ. നമ്മുടെ ദേവാലയത്തിലും അവിടെ പതാക ഉയർത്തുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ അന്ന് ബാലജന പെരുന്നാളായിട്ട് ആചരിക്കപ്പെടുന്നതായിട്ടുള്ള പ്രത്യേക ദിവസം കൂടി ആകുന്നുവല്ലോ. അന്നത്തെ ശുശ്രൂഷകളിലൊക്കെയും സൺഡേ സ്കൂൾ അധ്യാപകരും പ്രിയപ്പെട്ടവരും കുഞ്ഞുങ്ങളും ഒക്കെ നേതൃത്വം നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ അന്ന് വൈകുന്നേരം നടക്കുന്നതായിട്ടുള്ള നമ്മുടെ ഏരിയ പ്രയർ, അന്ന് ബാലജന പെരുന്നാളായതുകൊണ്ട് വൈകുന്നേരമുള്ള ഏരിയ പ്രയർ വൈകുന്നേരം 7 മണിക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ചെറിയ ആരാധനയും മറ്റ് പ്രാർത്ഥനയും മെസ്സേജും ഒക്കെ ആയിട്ട് നമ്മൾ ക്രമീകരിച്ചിരിക്കുകയാവുന്നല്ലോ. അതുകൊണ്ട് ഇടവാങ്ങളൊക്കെയും അതിൽ പങ്കെടുക്കുവാനായിട്ട്, ആ പ്രാർത്ഥനയിൽ ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് ശ്രമിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഓഗസ്റ്റ് 15 വൈകുന്നേരം 7 മണിക്കുള്ള നമ്മുടെ ഏരിയ പ്രയറിൻ്റെ അന്ന് ഏരിയ പ്രയറായിട്ടല്ല, മറിച്ച് ബാലജന പെരുന്നാളിൻ്റെ ഒരു പ്രാർത്ഥനയായിട്ടും ആരാധനയായിട്ടുമാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഈ നാളുകളിൽ ആവശ്യപ്പെടുന്നു. സഭയുടെ വിവിധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും സഹകരണത്തോടുകൂടെ ഈ നാളുകളിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ പ്രതിഷ്ഠാദിന കവറുകൾ, അതോടൊപ്പം തന്നെ നമ്മുടെ കനുവിൻ്റെ കവറുകളൊക്കെ കുറേയധികം ആളുകൾ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇനിയും ധാരാളം കുടുംബങ്ങൾ സമർപ്പിക്കുവാനായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഒരു സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. എങ്കിലും ദൈവം നമുക്ക് നൽകി തന്നിട്ടുള്ളവയിൽ നിന്ന് അതിൻ്റെ ഒരു ചെറിയ വിഹിതമെങ്കിലും ആലയത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നൽകണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം ഇതുവരെയും മാസവരി കുടിശ്ശികൾ തീർക്കാത്ത ധാരാളം പേര് ഉണ്ട്. അതുകൊണ്ട് ഈ നാളുകളിൽ നിങ്ങളുടെ മാസവരി കുടിശ്ശികളൊക്കെയും തീർക്കുവാനായിട്ട് ശ്രമിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരുടെയും തുടർന്നും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെല്ലാം ആരോഗ്യത്തോടും ബലത്തോടും ദൈവകൃപയോടും നടത്തുമാറാകട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.